പേപ്പർ ബാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് ആർക്ക് വേണോ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് പേപ്പർ ബാഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പേപ്പർ ബാഗിലോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ഫുള്ളായിട്ട് ബാൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തായിരുന്നാലും ഇതിൽ നല്ലൊരു സ്കോപ്പാണ്. ഞങ്ങളുടെ കയ്യിൽ ആകെ ഞങ്ങൾക്ക് അറിയാവുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രാഫ്റ്റും ഇമ്പോർട്ടൻറ്റ് ക്രാഫ്റ്റിൽ തന്നെ പല കളേഴ്സ് ഉണ്ട്. ഇതിനെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം ഫീൽഡിൽ ഇറങ്ങിയ ടെക്സ്റ്റൈൽസ് ആണ് ഞങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂപ്ലെക്സ് ബോർഡിൽ അത് തന്നെ അതിൽ മൾട്ടി പ്രിൻറ്റിങ് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ സ്ക്രീൻ പ്രിൻറ്റിങ് മാത്രമായിരുന്നു. പക്ഷേ മൾട്ടി പ്രിൻറ്റിങ് അങ്ങനെ ഒത്തിരി കാര്യം ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ ഓരോ കടകളിൽ ചെന്നപ്പോൾ അവരുടെ ഡിമാൻഡ് എങ്ങനെയാണെന്ന് അവർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾക്ക് എല്ലാം നമുക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടി. പേപ്പർ ബാഗ് നിർമ്മാണ ബിസിനസ് കോഴ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്വന്തമായി പേപ്പർ ബാഗ് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഈ കോഴ്സിലൂടെ എങ്ങനെ സ്വന്തമായി ഒരു പേപ്പർ ബാഗ് ബിസിനസ് ആരംഭിക്കാമെന്നും അതെങ്ങനെ ലാഭകരമാക്കാമെന്നും നമുക്ക് പഠിക്കാം. മാർക്കറ്റ് വിശകലനം, ഉൽപ്പന്ന വികസനം, ഉൽപാദന പ്രക്രിയകൾ, മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, സാമ്പത്തിക ആസൂത്രണം എന്നിവ അടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ കോഴ്സിൽ ഉൾപ്പെടുന്നു. വരൂ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങൾക്ക് ഇപ്പോൾ പല ടൈപ്പിലുള്ള മെഷീൻസ് ഉണ്ട്. ക്രൈസിംഗ് മെഷീൻസ്, അതുപോലെ തന്നെ ക്രൈസിംഗ് മെഷീൻസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമാണ്. ക്രൈസിംഗ് മെഷീൻസ് എന്തായിരുന്നാലും ഒന്ന് വേണം. അത് പോരാഞ്ഞിട്ട് പല ടൈപ്പ് മെഷീൻസ് ഉണ്ട്. ഈ പശ തേക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് ഉണ്ട്. അങ്ങനെ ഈ നമ്മുടെ മുക്ക് എന്ന് പറയും, ആ സംഭവം പിടിക്കാനുള്ള ബോട്ടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ്, അങ്ങനെ പല മെഷീൻസ് പേപ്പർ ബാഗിന് അവൈലബിൾ ആണ്. എന്നാൽ തന്നെ നമുക്ക് അടിസ്ഥാനമായിട്ട് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്രൈസിംഗ് മെഷീൻ തന്നെയാണ്. അപ്പോൾ ക്രൈസിംഗ് മെഷീന് പല റേറ്റിലുണ്ട്. ഞങ്ങളിപ്പോൾ വാങ്ങിയെന്ന് വെച്ചാൽ ക്രൈസിംഗ് മെഷീനും പിന്നെ പ്രിൻറ്റിങ് ചെയ്യാൻ വേണ്ടി സ്ക്രീൻ പ്രിൻറ്റിങ്ങിനുള്ള മെഷീനുമായിട്ട് 1,30,000 രൂപയാണ് ആയത്. GST ബില്ലാണ്. പക്ഷേ ഇപ്പോൾ മാറ്റമാണ്. അത് പക്ഷെ ഞങ്ങൾ വാങ്ങിയപ്പോൾ 1,30,000 രൂപയായിരുന്നു. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ലോൺ എടുക്കണം എന്നൊക്കെയുള്ള ഇത് തന്നെയായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു ഇതിന് വേണ്ടി വന്നില്ല. ഹസ്ബൻഡും പപ്പായും കൂടെ അത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ക്രൈസിംഗ് മെഷീന് മാനുവൽ പവർ കുറച്ച് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനുണ്ട്. അത് അന്നത്തെ വിലയിൽ 40,000 രൂപയായിരുന്നു പറഞ്ഞത്. പിന്നെ ഞങ്ങളാണെങ്കിൽ അപ്പോൾ അത്രയും റിസ്ക് എടുത്ത് ചെയ്യണ്ട എന്നുള്ളത്, ജസ്റ്റ് ഒന്ന് വച്ചാൽ മതി. അത് മറ്റേതാണെങ്കിൽ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. ഇതാവുമ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ബാക്കി മെഷീൻസിൻ്റെ ഇതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1,00,000 രൂപയായിട്ടുണ്ട്. പിന്നെ അതുപോകെയാണ് സ്ക്രീൻ പ്രിന്റ് നെഗറ്റീവ് പ്രിന്റ് തന്നെയാണ് അതിൻ്റെ റേറ്റ്. പിന്നെ GST എല്ലാം കൂടെ ആയിട്ട് വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ സ്ത്രീകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സർക്കാരും ഭരണമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായിരുന്നാലും സ്വയം തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ലോണ് അവൈലബിൾ ആണ്. അത് തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ചിലപ്പോൾ എന്താ പറയുക, ഒരാൾക്ക് 1,00,000 രൂപ എന്നുള്ളത് വലിയൊരു തുകയായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, ചേച്ചിമാരും ഉണ്ടായിരിക്കാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 4-5 പേര് ചേർന്ന് നമുക്കിത് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. അതായത് കുടുംബശ്രീ വഴി രജിസ്ട്രേഷൻ ചെയ്യുക. കേരള ബാങ്കിൽ ഉറപ്പായിട്ടും ലോണുണ്ട്. 1,00,000 രൂപ വരെയുള്ള ലോണുകൾ അവൈലബിൾ ആണ്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും പഞ്ചായത്ത് വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങൾക്ക് എല്ലാ രജിസ്ട്രേഷൻ ആയിരുന്നാലും ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ നിന്ന് ഓടേണ്ടി വന്നിട്ടില്ല. എല്ലാം ഞങ്ങളുടെ വാർഡ് മെമ്പർ അശ്വതി ചേച്ചിയാണ്. അശ്വതി ചേച്ചി തന്നെയാണ് എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്നത്. അപ്പോൾ ചേച്ചി വന്നിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ വന്ന് നിങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും ഏതൊക്കെ ലോണ്, എത്ര രൂപയാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു തരും. അതുപോലെ തന്നെ ബിസിനസ് ഓഡി എന്ന് പറഞ്ഞിട്ട് 1 കോടി വരെ കിട്ടുന്ന സ്കീമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങൾക്ക് എല്ലാം ചെയ്തു തന്ന് ഞങ്ങളുടെ വാർഡ് മെമ്പറാണ്. അപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെൻഷനേ ഇല്ലായിരുന്നു. ചേച്ചി വന്നു ഞങ്ങളോട് കുടുംബശ്രീയുടെ രജിസ്ട്രേഷൻ ആയിട്ട് ഉണ്ടായിരുന്നത് ഏത് കുടുംബശ്രീയിലാണോ ചേർന്നിരുന്നത് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് മാത്രം ചേച്ചി വാങ്ങിയിട്ട് പോയി.
പേപ്പർ ബാഗ് നിർമ്മാണ കോഴ്സിന്റെ മൂലധനം, ലൈസൻസ്, അനുമതി, രജിസ്ട്രേഷൻ, ഉടമസ്ഥാവകാശം എന്നിവയടങ്ങിയ ഒരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഏതൊരു ബിസിനസ് ആരംഭിക്കുന്നതിനും ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്. ഈ ഭാഗത്തിൽ ഒരു വ്യക്തത വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കും ധൈര്യമായി ഈ ബിസിനസ് ആരംഭിക്കാൻ കഴിയും. കൂടാതെ പാക്കേജിങ്ങും ലേബലിംഗും ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് തുടങ്ങി നിരവധി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി പേപ്പർ നിർമ്മാണ ബാഗിന്റെ A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് വീഡിയോ ഇപ്പോൾ ബോസ്വാൽ ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ബോസ്വാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ബോസ്വാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്കിനി വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. നമ്മൾ ഏത് കുടുംബശ്രീയിലാണോ നമ്മുടെ പേരുള്ളത് ആ കുടുംബശ്രീയിൽ നമ്മൾ അംഗമാണോ എന്നുള്ളത്, അതായത് മിനിറ്റ്സ് ബുക്കൊക്കെ കാണുമല്ലോ, അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റേറ്റ് കോപ്പി മാത്രമാണ് കൊടുത്തത്. അത് ഞങ്ങൾ തുടക്കം എന്ന് പറയുന്നത് ഞാൻ ഇത് പറഞ്ഞത് സത്യം പറഞ്ഞ കൊറോണ ടൈമിലാണ് ഈ പേപ്പർ ബാഗിനെ കുറിച്ചുള്ള ഐഡിയ തന്നെ നമുക്ക് ചെയ്യണം എന്നുള്ളത്. കാരണം ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത, ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സമയമാണ് ഈ കൊറോണ കാലഘട്ടം, ലോക്ക്ഡൗൺ സമയം. അപ്പോഴാണ് ഈ സത്യം പറഞ്ഞാൽ ഈ ഐഡിയയിലോട്ട് തന്നെ ഇറങ്ങുന്നത് ഞങ്ങൾ. അപ്പോഴേ ഞങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെ ചെയ്യണം, ലൈസൻസ് വേണം, രജിസ്ട്രേഷൻ വേണം, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് വാർഡ് മെമ്പർ അശ്വതി ചേച്ചിയായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ ചേച്ചി പറഞ്ഞു നല്ലൊരു സംരംഭമാണ്, നമ്മുടെ നാട്ടിൽ വരുന്നതാണ്, എന്തായിരുന്നാലും പ്രവീണ എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കുടുംബശ്രീ രജിസ്ട്രേഷനാണ്. കുടുംബശ്രീ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഒരു കുടുംബശ്രീയിൽ സെക്രട്ടറി, പ്രസിഡന്റ്, ഹജാൻജി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ആ കുടുംബശ്രീയിലെ മെമ്പറാണ്, അംഗത്വമുള്ളവരാണ് എന്നുള്ള ഒരു ലെറ്റർ അവർ എഴുതി പ്രസിഡന്റും സെക്രട്ടറി ഹജാൻജി സൈൻ ചെയ്ത് തരും. പിന്നെ കുറച്ച് മെമ്പേഴ്സ്. ഇതാണ് നമ്മുടെ ഇത് രജിസ്ട്രേഷന് വേണ്ടി ആവശ്യം ഉണ്ടായിരുന്ന ലെറ്റർ. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ചേച്ചി തന്നെയാണ്, ഞങ്ങളുടെ വാർഡ് മെമ്പർ കുറച്ച് വളരെ ഒരിക്കലും പറഞ്ഞാൽ മതിയാവില്ല, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ചേച്ചിയാണ്. ഞങ്ങളുടെ എന്നല്ല, ഈ വാർഡിൽ ആർക്ക് എന്ത് വിഷയം വന്നിരുന്നാലും ഓടി ചെന്ന് എത്തുന്ന ഒരു വാർഡ് മെമ്പറിനെയാണ് ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശരിയാക്കി ഇവിടെ വച്ചപ്പോഴത്തേക്കും തന്നെ ചേച്ചി ഓടി വന്നു അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും. ഞങ്ങളുടെ ഇവിടെ പേപ്പർ ബാഗ്, ക്യാരി ബാഗിൻ്റെ ഷോപ്പ് ഉദ്ഘാടനത്തിനും ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയുടെ സാന്നിധ്യത്തോട് തന്നെയാണ് ഞങ്ങളുടെ ഈ സംരംഭം ആരംഭിച്ചത് തന്നെ. അപ്പോൾ കുടുംബശ്രീ രജിസ്ട്രേഷൻ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ചേച്ചി ചെയ്തു തന്നു. അതിന് നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞില്ലേ, ലോണിൻ്റെ കാര്യം പറഞ്ഞില്ലേ, സെയിം നിങ്ങൾക്ക് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 50,000 ആവട്ടെ, നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തി എന്നാണെങ്കിൽ നിങ്ങൾ കുടുംബശ്രീയിൽ മെമ്പർ ആണോ എന്നൊന്ന് നിങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ കുടുംബശ്രീയിൽ ഏതെങ്കിലും ഒരു കുടുംബശ്രീയിൽ നിങ്ങൾ അംഗത്വം നേടുക. കുടുംബശ്രീയിൽ പേപ്പർ ബാഗ് മാത്രമല്ല, ഏതൊരു ബിസിനസ് അല്ലെങ്കിൽ ഏതൊരു വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഒരു ബലം തന്നെയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. അപ്പോഴേ കുടുംബശ്രീയിൽ ചേരുക, അതിലെ അംഗങ്ങളുമായിട്ട് സംസാരിക്കുക, നമുക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാൽ എങ്ങനെ എന്നുള്ള ഒരു ഐഡിയ ഇടുക. സമ്മതമാണ്, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയാണ് അവരെ കൺവൈൻസ് ചെയ്യുന്നത്, അതുപോലെ ഇരിക്കും നമ്മുടെ റിസൾട്ട്. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ നമ്മൾ 4-5 പേര് ചേർന്ന് തന്നെ നമുക്ക് ലോൺ കിട്ടും. ഒരു ഗ്രൂപ്പ് ലോൺ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞില്ലേ, കേരള ബാങ്കിൽ ഇപ്പോൾ ബാക്കിയെല്ലാം ഈ കുടുംബശ്രീ വഴിയുള്ള ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ സെക്രട്ടറി, പ്രസിഡന്റ്, ഹജാൻജി, പിന്നെ വാർഡ് മെമ്പറും കൂടെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ലോണ്, നിങ്ങളുടെ പ്രോജക്റ്റ് കാണിക്കേണ്ടി വരും. പ്രോജക്റ്റ് കാണിക്കുക, പ്രോജക്റ്റ് റിപ്പോർട്ട് പോലെ നമ്മൾ ചെയ്തു കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തിനാണ്. നമ്മളിപ്പോൾ പേപ്പർ ബാഗ് തന്നെ ഇരിക്കട്ടെ, പേപ്പർ ബാഗിന്റെ ഉപയോഗം, നമ്മൾ ഈ പേപ്പർ ബാഗ് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കൊണ്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുക. അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ സാധാ ഒരു പ്രോജക്റ്റ് ചെയ്യും പോലെ തന്നെയാണ്. അതിൽ വലിയ റിസ്കോ ഒന്നുമില്ല. നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ ഒരു പ്രോജക്റ്റ് ആക്കുന്നു. അതിന് ജസ്റ്റ് ഒരു ആമുഖം, അതിനകത്തുള്ള കുറച്ച് കണ്ടന്റ് ചേർക്കുന്നതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കൺക്ലൂഷൻ, ഇതെങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം, സക്സസ് ആണോ എന്നുള്ളത്. അത് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും തന്നെ അവർക്ക് അതിൽ ഓക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ലോൺ റെഡിയാണ്.
അതിന് വേണ്ടിയിട്ട് അല്ല അയ്യോ കാശില്ല എനിക്ക് ഇനി എങ്ങനെ തുടങ്ങാൻ പറ്റും എന്നൊന്നും ചിന്തിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ആദ്യം കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്യുമ്പം ഏത് ഷോപ്പിനായിരുന്നാലും ഒരു പേര് കണ്ടെത്തി വെച്ചിരിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ പേപ്പർ ബാഗ് എൻ്റെ യൂണിറ്റിൻ്റെ പേര് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ മോൻ്റെ പേര് ആണ് ആദിത്യൻ. അപ്പം ആ ആദിത്യൻ്റെ ആദ്യം ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ അമ്മയുടെ പേര് യഥാർത്ഥ പേര് ഡെയ്സ്ലെറ്റ് എന്നാണ്, വീട്ടിൽ ഉഷ എന്ന് വിളിക്കും. അപ്പം ഉഷ അതാണ് ആദി ഉഷസ് എന്നുള്ള ആ ഒരു പേര് ഞങ്ങൾ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. വളരെ സന്തോഷമാണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക്. ആദ്യ പ്രഭാതം അതാണ് ഞങ്ങൾ ആ പേര് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. പേപ്പർ ബാഗ് ബിസിനസ് കോഴ്സിലെ മൂലധനം, ലൈസൻസ്, അനുമതി, ഉടമസ്ഥാവകാശം, രജിസ്ട്രേഷൻ എന്നിവ അടങ്ങിയ ഭാഗത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത്. ഈ ഭാഗം ഏറെ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഈ കോഴ്സ് മുഴുവനായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വന്തമായി ഒരു പേപ്പർ ബാഗ് ബിസിനസ് ആരംഭിക്കാൻ കഴിയും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.